അപ്പൊ ദേ മക്കളെ, ഇന്നാണ് ഹൽദി ഡേ, മഞ്ഞൾ കല്യാണം എന്നൊക്കെ പറയും. പണ്ടൊന്നും നമ്മുടെ നാട്ടിൽ ഈ ഹൽദിക്ക് ഇത്രയ്ക്കധികം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ പതുക്കെ പതുക്കെ അത് ബ്രൈഡിന്റെ വീട്ടിൽ ഭയങ്കര ഒരു ആഘോഷമായി മാറി. ഇപ്പൊ ദേ ബ്രൈഡ് എന്നില്ല, ഗ്രൂം എന്നില്ല, ആഘോഷിക്കാൻ എല്ലാവർക്കും ഓരോ കാരണങ്ങൾ എന്ന് പറയുന്ന പോലെ ആഘോഷം അതാണല്ലോ മെയിൻ. അപ്പൊ നമ്മളും സെറ്റ് ചെയ്തു നമ്മുടെ വിഷ്ണുവേണ്ട കല്യാണത്തിന്റെ ഒരു ഹൽദി ഫംഗ്ഷൻ. ഈ ഹൽദീനെ പറ്റി വലിയ അറിവ് ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് ഇത് എങ്ങനെ ചെയ്യുന്നുള്ള ഒരു പ്രീ പ്ലാനിങ്ങും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഒക്കെ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്ന ഒരു തോന്നലിന്റെ പുറത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. പക്ഷെ വിഷ്ണുവായിട്ട് എന്തായാലും ഭയങ്കര സർപ്രൈസായി. അപ്പോൾ അങ്ങനെ നമ്മുടെ ഹൽദി നല്ല അടിപൊളിയായിട്ട് തന്നെ നടന്നു കേട്ടോ. ഈ ഹൽദി എന്ന് പറയുന്ന ചടങ്ങിന് എന്താണ് നമ്മുടെ ആചാരപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലത്തെ വശം എന്താണെന്ന് എനിക്കറിയില്ല. അതറിയുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ കുറേ മഞ്ഞ സ്വീറ്റ്സും അതുപോലെ ചെണ്ടുമല്ലി, മഞ്ഞളിന് പകരം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ചന്ദനായിരുന്നു കേട്ടോ. കാരണം മഞ്ഞൾ അടുത്ത ദിവസത്തേക്ക് എന്തെങ്കിലും ഫേസിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ചന്ദനായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിള്ളേരും വലിയവരും ഇല്ലാണ്ട് എല്ലാവരും കൂടിയിട്ട് ഹൽദി ഫംഗ്ഷൻ നല്ല അടിച്ച് പൊളിച്ചു കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും കല്യാണങ്ങളോ ഉത്സവങ്ങളോ ഒക്കെ വരുമ്പോഴാണ് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി ഒത്തുകൂടാറുള്ളത്. അപ്പം അങ്ങനെ ഒത്തുകൂടാൻ കിട്ടുന്ന ഒരു അവസരങ്ങളും ഞങ്ങൾ വെറുതെ ആക്കാറില്ല. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അടിച്ച് പൊളിച്ചു. കൂടാതെ കല്യാണപ്പെണ്ണിന് വിഷ്ണുവേണ്ട വക ഒരു ഡെഡിക്കേഷൻ സോങ്ങും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും നാളത്തെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളിലാണ്. അപ്പം അങ്ങനെ ഹൽദി ആഘോഷങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. നാളെ കല്യാണ വിശേഷങ്ങളുമായിട്ട് കാണാം കേട്ടോ.